ഹായ് ഫ്രണ്ട്സ്, സ്റ്റേറ്റ് ടെക് പവറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഇൻവെർട്ടറുമായി ബന്ധപ്പെട്ടാണ്. വിഗാർഡ് എന്നുള്ള ബ്രാൻഡാണ്. അതിൻ്റെ മോഡല് DU875 Pro എന്നൊരു മോഡലാണ്. ഇത് കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു, അത് സോൾവ് ചെയ്തിട്ടുണ്ട്. കംപ്ലയിൻറ്റിൻ്റെ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. നമുക്ക് ഇതിൽ ഒന്ന് പരിചയപ്പെടാമെന്ന് മാത്രമാണ് നോക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ നോ ലോഡ് കറണ്ട്, അതുപോലെ ചാർജിങ് ആംപിയർ എത്രയാണ്, അതുപോലെ ചാർജിങ് വോൾട്ടേജ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ നമുക്ക് ഇതിൻ്റെ ക്യാബിനറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇതിന് ഇൻസൈഡ് എന്തൊക്കെയാണുള്ളതെന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുകയാണ്. ഇപ്പം ഡിജിറ്റൽ UPS ആണിത്, എഴുതിയേക്കുന്ന ഡിജിറ്റൽ UPS എന്നാണ്. നമുക്കിതിനകത്ത് മെയിൻ സോണ്, ചാർജിങ്, ബാക്കപ്പിൻ്റെ LED, ലോ ബാറ്ററി, ഓവർലോഡ്, ഇങ്ങനെ കുറച്ച് ഇൻഡിക്കേഷനാണ് ഇതിനകത്ത് വരുന്നത്. LED ആണ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ, LED ഡിസ്പ്ലേ ആണ്. ഇവിടെ 2 മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് DC വോൾട്ടിമീറ്റർ ആണ്. ബാറ്ററി വോൾട്ടേജ് നമുക്കറിയാൻ വേണ്ടിയുള്ളതാണ് ഇത്. പിന്നെ ഈ കാണുന്നത് DC ആംബിയർ മീറ്ററാണ്. അപ്പോൾ നമുക്കിതിനകത്ത് ചാർജിങ് ആംബിയറും അതുപോലെ ഡിസ്ചാർജിങ് ആംബിയറും രണ്ടും കാണിക്കുന്ന മീറ്ററാണിത്. അപ്പോൾ ഞാൻ ബാറ്ററി കണക്ട് ചെയ്തിരിക്കുന്നത് 80Hൻ്റെ ലൂമിനസിൻ്റെ ഒരു ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്. സാധാരണ നമ്മൾ ടെസ്റ്റിങ്ങിൽ യൂസ് ചെയ്യുന്ന ബാറ്ററി തന്നെയാണ്. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഓൺ ചെയ്യുകയാണ്. UPS ഓൺ ചെയ്തു. ലോഡൊന്നും നമ്മൾ കണക്ട് ചെയ്തിട്ടില്ല. ബാറ്ററി വോൾട്ടേജ് 12.7 കാണിക്കുന്നുണ്ട്. അപ്പം നോ ലോഡ് കറണ്ടാണ്. അപ്പം നമ്മൾ ഔട്ട്പുട്ടിൽ ലോഡ് കണക്ട് ചെയ്യാതെ ആ ഇൻവെർട്ടർ ഡിസ്ചാർജ് ചെയ്യുന്ന, ഇൻവെർട്ടർ വർക്കിങ്ങിന് വേണ്ടി എടുക്കുന്ന ആംബിയറാണ് ഈ കാണിക്കുന്നത് 1.6. ഇപ്പം മൈനസ് സിമ്പിൾ എന്ന് കാണിക്കുന്നത് ബാറ്ററിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ മൈനസ് കാണിക്കുന്നത്. ഞാൻ ഈ ഇൻവെർട്ടർ ഒന്ന് ഓൺ ചെയ്യുകയാണ്, മെയിൻസ് ഓൺ ചെയ്യുകയാണ്. മെയിൻസ് ഞാൻ ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പം ടൈം ഡിലേ ഉണ്ട്. ടൈം ഡിലേ കഴിഞ്ഞ ഉടൻ മെയിൻസ് വരുന്നതാണ്. ഇവിടെ മെയിൻസ് ഇൻഡിക്കേഷൻ വന്നിട്ടുണ്ട്. ചാർജിങ് ആംബിയർ കാണിക്കുന്നുണ്ട്. ഇത് ചാർജിങ് ആംബിയറാണ്. 12.2 ആംബിയർ DC ആംബിയർ ആണ്. ഇത് ചാർജിങ് ആംബിയർ ആണ്. ഇപ്പം ബാറ്ററി ചാർജ് ആകുന്നുണ്ട്. 13.2 ആണ് ഇപ്പം ബാറ്ററി വോൾട്ടേജ് കാണിക്കുന്നത്. ഇപ്പം 13.3 ആയിട്ടുണ്ട്. ഇപ്പം ബാറ്ററി ഫുൾ ചാർജ് ആകുമ്പോൾ നമുക്കിവിടെ ആംബിയർ 0 ആകും, കട്ട് ഓഫ് ആകും. അപ്പോൾ നമുക്കിവിടെ 13.4 ആയിട്ടുണ്ട്. നമുക്കിങ്ങനെ ബാറ്ററി ഫുൾ ചാർജ് ആകുമ്പോൾ ഇവിടെ ആംബിയർ സ്ലോലി ഡൗൺ ആയിട്ട് പിന്നെ ചാർജിങ് സെക്ഷൻ ഓഫ് ആകുന്നുണ്ട്. ഇപ്പോൾ 13.6 ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം എത്ര ടൈമല്ല ഉദ്ദേശിച്ചത്, എത്ര വോൾട്ടേജിലാണ് ചാർജിങ് കട്ട് ഓഫ് ആകുമെന്ന് നോക്കാം. ഇപ്പം 13.7 വോൾട്ടാണ് ബാറ്ററിയിൽ. 8 ആയിട്ടുണ്ട്. 13.8 വോൾട്ട് ആയിട്ടുണ്ട്. ആംബിയർ 12.4 ആംബിയറിലാണ് ബാറ്ററി ചാർജ് ആകുന്നത്. ഇത് വിഗാർഡിൻ്റെ ഒരു ഹോം UPS ആണ്. ഇതൊരു കംപ്ലൈൻ്റ് ആയിട്ട് ഞാൻ സർവീസിനെടുത്തെയാണ്, സർവീസ് ചെയ്തു. അതിൻ്റെ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഈ UPSനെ കുറിച്ചൊന്ന് കാണിക്കുന്നത്. ഇപ്പോൾ 13.9 വോൾട്ടേജ് ആയിട്ടുണ്ട് ബാറ്ററിയിൽ. 13.9 ആയിട്ടുണ്ട്. 14 വോൾട്ട് ആയിട്ടുണ്ട്. 14 വോൾട്ടിലും 12.4 ആംബിയറിലാണ് ബാറ്ററി ചാർജ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ മെയിൻസ് ഓൺ ചെയ്ത് കാണാം. അപ്പം നമുക്ക് ജസ്റ്റ് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഫുൾ കട്ട് ഓഫ് ആയതിനു ശേഷം ജസ്റ്റ് ലോഡ് കണക്ട് ചെയ്ത് നോക്കാം. പിന്നെ ഔട്ട്പുട്ട് വോൾട്ടേജ് ചെക്ക് ചെയ്യാം, ഫ്രീക്വൻസി ചെക്ക് ചെയ്യാം. ഈ മീറ്റർ ഈ സൈഡ് ഇതേപോലെ ആംബിയർ കാണിക്കുന്നതാണ്. അപ്പോൾ ഞാൻ അവിടെ വയർ കണക്ട് ചെയ്യാത്തതുകൊണ്ടാണ് എറർ കാണിക്കുന്നത്. അപ്പം നമുക്ക് ഓൾറെഡി ഇവിടെ വേറൊരു മീറ്റർ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടുത്തെ ഈ ആംബിയറിൻ്റെ വയർ കണക്ട് ചെയ്യാത്തത്. ഇപ്പം 14.1 വോൾട്ടാണ് കാണിക്കുന്നത്. നമുക്കിപ്പോൾ ഇവിടെ 11.3 ആംബിയറിലേക്ക് ഡൗൺ ആയിട്ടുണ്ട്. നേരെ 12.4 ആയിരുന്നു. ഇപ്പം 10 ആയിട്ടുണ്ട്. 10.9, 10.8 ആ റേഞ്ചിലേക്ക് ഡൗൺ ആയി വരികയാണ്. ഇവിടെ 14.1 DC വോൾട്ടേജ്, ഇവിടെ 10.2 എത്തിയിട്ടുണ്ട്. നമുക്കതിലും നോക്കാം. അതിനുശേഷം നമുക്ക് ക്യാബിനറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇതിനകത്ത് കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിൻ്റെ സർവീസ്, ഇതിൻ്റെ റിപ്പയറിങ് ചെയ്യുന്നതിൻ്റെ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. 9.7 ചാർജിങ് ആംബിയർ ഡൗൺ ആയി വരുന്നുണ്ട്. ഈ ചാനലിൽ ഒരുപാട് ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ താല്പര്യമാണെങ്കിൽ നിങ്ങൾക്ക് കാണാം. ഇൻവെർട്ടർ റിലേറ്റഡ് UPS, ബാറ്ററി, അതുപോലെ ആംപ്ലിഫയർ, അങ്ങനെ ഒരുപാട് ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക്
ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കണം. നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ ചാർജിങ് ആംബിയർ 8.2 ആയിട്ടുണ്ട്. 8ലേക്ക് എത്തി. 8.1 ആ ഒരു 8 ആംബിയറിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ ചാർജിങ് വോൾട്ടേജ് 14.19 ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇങ്ങനെ ബാറ്ററിയുടെ വോൾട്ടേജ് കൂടുന്നതനുസരിച്ച് നമുക്കിവിടെ ചാർജിങ് ആംബിയർ ഡൗൺ ആയി വരുന്നതാണ്. ഇങ്ങനെയാണ്. ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്ത് ഇതിനകത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി സർവീസ് ചെയ്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ജസ്റ്റ് ഇത് ക്ലീൻ ചെയ്ത് കസ്റ്റമർ ഹാൻഡ് ഓവർ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് മുമ്പ് ഒരു ജസ്റ്റ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഔട്ട്പുട്ടിൽ ഒരു മൾട്ടിമീറ്റർ കണക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് മെയിൻസ് വോൾട്ടേജ് KCBയുടെ മെയിൻസ് വോൾട്ടേജ് കാണിക്കുന്നത് 207 വോൾട്ടാണ്. ലൈറ്റ് ഓൺ ചെയ്യട്ടെ. ഇതാണ് നമുക്ക് മെയിൻസ് വോൾട്ടേജ്. ഞാൻ മെയിൻസ് ഒന്ന് ഓഫ് ചെയ്യാണ്. മെയിൻസ് ഓഫ് ചെയ്യുമ്പം ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. അപ്പോൾ 220 വോൾട്ടാണ് ഈ UPSൻ്റെ ഔട്ട്പുട്ട്. ഈ ഹോം UPSൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് വരുന്നത് 220 വോൾട്ടേജിനടുത്ത്. ഇവിടെ പ്രോബ് ലൂസ് കണക്ഷനാണ്, അതുകൊണ്ടാണ് വോൾട്ടേജ് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നത്. – 220 വോൾട്ടാണ് ഈ ഹോം UPSൻ്റെ ഔട്ട്പുട്ട്. – 220 ഹോം യൂസിൻ്റെ ഔട്ട്പുട്ട്. നമുക്കിനി ഫ്രീക്വൻസി ഒന്ന് ചെക്ക് ചെയ്യാം. ഞാൻ എൻ്റെ ഫ്രീക്വൻസി ചെക്ക് ചെയ്യാണ്. – 50 ഹെർട്സ് ആണ് കേട്ടോ. $50 ഹെർട്സ് ആണ് ഇതിൻ്റെ ഫ്രീക്വൻസി. ഇത് ഫ്രീക്വൻസിയാണ്, ഹെഡ്സ് എഴുതിയിരിക്കുന്നത്. 50 ഹെർട്സ് ആണ് ഇതിൻ്റെ ഫ്രീക്വൻസി. ഇപ്പം നമുക്കിനിയും ബൾബ് ലോഡ് ഞാൻ കണക്ട് ചെയ്ത് കാണിക്കാം. ഇപ്പോൾ ഞാൻ 400 വാട്ട്സാണ് ലോഡ് ചെയ്തേക്കുന്നത്. 200 വാട്ട്സിൻ്റെ 2 ബൾബ് ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡിസ്ചാർജിങ് ആംബിയറിനത് കാണിക്കുന്നുണ്ട് 32 ആംബിയറാണ് DC ആംബിയർ ഡിസ്ചാർജിങ് ആംബിയർ. ബാറ്ററി വോൾട്ടേജ് 11.8 ആണ് കാണിക്കുന്നത്. ഇനി മെയിൻസ് ഒന്ന് ഓൺ ചെയ്യുകയാണ്. മെയിൻസ് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പം മെയിൻസ് ഇപ്പോൾ ഓൺ ആകും. മെയിൻസ് ഓൺ ആയിട്ടുണ്ട്. ചാർജിങ് ഇവിടെ സ്റ്റാർട്ടാകുന്നതാണ്. ബാറ്ററി വോൾട്ടേജ് ഇപ്പോൾ ഇൻക്രീസ് ആകുന്നതാണ്. അപ്പം ചാർജിങ് ആംബിയർ 12.1 ആയിട്ടുണ്ട്. ബാറ്ററി വോൾട്ടേജ് 12.8 ആണ് ഇപ്പോൾ നിലവിൽ. ഇപ്പം 12.9 ആയിട്ടുണ്ട്.
ഇപ്പം 13.2 ആയിട്ടുണ്ട് ബാറ്ററി വോൾട്ടേജ്. ആംബിയർ 12.1 ആണ്. ഇപ്പം മെയിൻ സോണാണ്, ഔട്ട്പുട്ട് ഓക്കെയാണ്, എല്ലാം ഓക്കെയാണ്. ഇനി നമുക്ക് ഓപ്പൺ ചെയ്ത് ജസ്റ്റ് അതുകൂടെ ഒന്ന് കാണാം. ഇതിൻ്റെ ബാക്ക് സൈഡ് നമുക്ക് 2 സ്വിച്ചുണ്ട്. ഈ 2 സ്വിച്ചിൽ ഒന്ന് ഈ കാണുന്നത് UPS അല്ലെന്നുണ്ടെങ്കിൽ ഇൻവെർട്ടർ എന്നുള്ളൊരു ഓപ്ഷനാണ്. അപ്പം ഇൻവെർട്ടർ UPS തമ്മിലുള്ള ഈ സ്വിച്ച് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് UPS മോഡ് അല്ലെങ്കിൽ ഇൻവെർട്ടർ മോഡ് ഇതെന്താണെന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ഈ ചാനലിലുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. പിന്നുള്ളത് ഈ HC NC ആണ്. NC എന്ന് പറഞ്ഞാൽ നോർമൽ ചാർജിങ്, HC ഹൈ ചാർജിങ് ആണ്. അപ്പം ഹൈ ചാർജിങ്ങിൽ ഇട്ട് കഴിഞ്ഞാൽ ചാർജിങ് ആംബിയർ കൂടുതലായിരിക്കും. NCയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നോർമൽ ചാർജിങ്ങും ചാർജിങ് ആംബിയർ കുറവായിരിക്കും. അപ്പോൾ നമുക്ക് ഒരുപാട് ടൈം കറണ്ട് പവർ കട്ടുള്ള ഏരിയ ആണെങ്കിൽ ഹൈ ചാർജിങ്ങിൽ ഇടുകയാണെങ്കിൽ ബാറ്ററി പെട്ടെന്ന് ആ ഉള്ള സമയം കൊണ്ട് ചാർജായി എടുക്കുന്നതാണ്. ഇപ്പം പവർ കട്ടൊക്കെ വളരെ കുറവുള്ള ഏരിയ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് NCയിൽ ഇട്ടാൽ മതി, നോർമൽ ചാർജിൽ ഇട്ടാൽ മതി. പിന്നെ ഫ്യൂസ് ഉണ്ട്, AC ഫ്യൂസാണ്. AC ഫ്യൂസ് നേരെ മെയിൻസ് ഈ ഫ്യൂസ് ത്രൂ ആണ് ഇൻവെർട്ടറിലേക്ക് പോകുന്നത്. പിന്നെ ഔട്ട്പുട്ട് സോക്കറ്റ്, ഫാൻ. ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് വ്യൂ. ഇതൊരു സൈൻ വേവ് UPS ആണ്. ഇതിൻ്റെ ഇൻസൈഡ് വ്യൂ ഞാനൊന്ന് കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഇൻസൈഡ് വ്യൂ. ഇത് മോസ്ഫെറ്റ്, ഈ ഹീറ്റ് സിങ്കിലെല്ലാം മോസ്ഫെറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് 4 ചാനലാണ്. ഇത് 1, 2, 3, 4 ഈ 4 ചാനലുകളാണ് സ്വിച്ച് ചെയ്യുന്നത്. അങ്ങനെയാണ് നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ്, AC ഔട്ട്പുട്ട് വോൾട്ടേജ് ഇടുന്നത്. ഇത് കൺട്രോൾ കാർഡാണ്. ഇവിടെ ഡ്രൈവർ കാർഡുണ്ട്. ഇതാണ് മെയിനായിട്ടുള്ള PCB. ഇതിൻ്റെ ട്രാൻസ്ഫോമറാണ്. ഇത്രേ ഉള്ളൂ. ഇതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ്, അതുപോലെ ഫ്രീക്വൻസി, അതുപോലെ ചാർജിങ് വോൾട്ടേജ്, അതുപോലെ നോ ലോഡ് കറണ്ട്, ചാർജിങ് ആംബിയർ എല്ലാം ഞാൻ കാണിച്ചു തന്നിരുന്നു. ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് ഇതാണ്. നമുക്കിത് ജസ്റ്റ് ക്ലോസ് ചെയ്യുക, കസ്റ്റമർ ഹാൻഡ് ഓവർ ചെയ്യാണ്. ഈ ചാനലിൽ ഒരുപാട് ടെക്നിക്കൽ റിലേറ്റഡ് വീഡിയോസ് ഉണ്ട്. നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ കമൻറ്റുകൾ, നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.